അപ്പോൾ ഇന്ന് നമ്മൾ കുക്കർ ബിരിയാണി ഉണ്ടാക്കാൻ പോകണം. അപ്പോൾ അതിന് എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത്, എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടതെന്നുള്ളത് ഉമ്മ പറഞ്ഞു തരും. അപ്പോൾ എളുപ്പത്തിലാണ് നമ്മൾ ചെയ്യണത്. 1.5 സ്പൂണ് മുളക് പൊടി, 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, 1 സ്പൂണ് ഇത് ചിക്കൻ പൗഡറും ചിക്കൻ കൂടി പുരട്ടി പൊരിച്ചെടുത്തിട്ടാണ് ഞങ്ങളിപ്പോൾ കുക്കർ ബിരിയാണി ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിലെന്തൊക്കെ വേണമെന്നുള്ളത്, നമ്മൾ കുറച്ച് ബിരിയാണി റൈസ് മേടിച്ചിട്ടുണ്ട്, 1/2 കിലോ. പിന്നെ ഒരു തക്കാളി നീളത്തിൽ അരിഞ്ഞെടുത്ത്, 2 സവാള, കുറച്ച് മല്ലിയില, അതേപോലെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ചതച്ചെടുത്തത്. പിന്നെ ഇത് നോക്കിയേ, ഗരം മസാല. ഇതിൻ്റെ എന്തൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തോരം കാണുന്നുണ്ടെന്ന് അറിയാൻ പാടില്ല. പട്ടയുണ്ട്, ഗ്രാമ്പുണ്ട്, ജീരകമുണ്ട്, ഏലക്കയുണ്ട്. അങ്ങനെ ഇത് വളരെ കുറേശ്ശായിട്ട് എടുത്തേക്കണത്. അപ്പോൾ നമുക്ക് കുറച്ച് സ്പൈസി വേണം, അപ്പോൾ അതുകൊണ്ടാണ് ഇത്ര എടുത്തേക്കണത്. അപ്പോൾ ഇനി ബാക്കിയുള്ള കാഴ്ചകൾ നമുക്ക് എന്താണെന്ന് വെച്ചാൽ കാണാം. ഇനിയിപ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് നേരെ കുക്കറിലിട്ട് നമ്മൾ പെട്ടെന്ന് റെഡിയാക്കി എടുക്കണതാണ്. അപ്പോൾ നിസ്സാര ടൈം കൊണ്ടാണ് ഉണ്ടാവണത്. അപ്പോൾ എങ്ങനെയാണെന്നുള്ള കാര്യം ഇനി ബാക്കി കാണാം. ഇനി ഇത് ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ട് കാണാം. അപ്പോൾ ചിക്കനൊക്കെ പൊരിക്കാനിടണം. ഈ ചിക്കൻ പൊരിച്ച ഈ വെളിച്ചെണ്ണ തന്നെ കേട്ടോ നമ്മൾ ബിരിയാണി വെക്കാനായിട്ട് എടുക്കുന്നത്. അതിനകത്തേക്ക് കുറച്ച് നെയ്യും ചേർക്കും. കാണിച്ചു തരാം അതെങ്ങനെയാണ്. അപ്പോൾ നമ്മളെടുത്ത ചിക്കൻ മൊത്തം നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയി വന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ചിക്കനപ്പോൾ ഒരു സൈഡ് റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഒരുപാട് ഡ്രൈ ആക്കിയല്ല കേട്ടോ ഫ്രൈ ചെയ്തെടുക്കണം. ജസ്റ്റ് ഒന്ന് വാടിച്ചാണ് എടുക്കുന്നത്. ഒന്ന് വാടി വരുമ്പോഴത്തേക്കും അതങ്ങോട്ട് തിരിച്ചിടും. അത് പിന്നെ എടുക്കാറാകുമ്പോഴത്തേക്കും ഒരു മീഡിയം ഇതിൽ വെന്തിട്ടുണ്ടാവും. ഇനി നമുക്കിനി ഇതെടുത്ത് കഴിഞ്ഞിട്ട് ബാക്കി എങ്ങനെയാണ് സെറ്റ് ചെയ്തെടുക്കണമെന്ന് കാണാം. അപ്പോൾ ആവശ്യമുള്ള ചിക്കനൊക്കെ അത് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ബാലൻസ് വെളിച്ചെണ്ണ അത് ഇപ്പുറത്തെ അടുപ്പിൽ നമ്മൾ കുക്കർ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ബാക്കി എങ്ങനെയാണെന്ന് കണ്ടോ. അതെ, ആവശ്യത്തിന് നെയ്യ് എടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ ചിക്കൻ ഫ്രൈ ചെയ്യാനായിട്ട് ഉപയോഗിച്ച വെളിച്ചെണ്ണ തന്നെയാണ് എടുക്കുന്നത് കേട്ടോ. അതും ഒഴിച്ചിട്ടുണ്ട്. നേരത്തെ നമ്മൾ എടുത്തു വെച്ച പട്ട, ഗ്രാമ്പ്, ഏലക്ക, ജീരകം. അപ്പോൾ നമ്മൾ ചൂടായ ഈ നെയ്യ് എണ്ണ ചൂടായിരിക്കണം. അതിനകത്തേക്ക് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കണതാണ്. അപ്പോൾ ജസ്റ്റ് ചൂടായിട്ടുണ്ട്. അതിനകത്തേക്ക് നേരത്തെ എടുത്ത് വെച്ച 2 സവാള. അപ്പോൾ നമ്മൾ ആ സവാള വഴറ്റിയെടുക്കണം കേട്ടോ. അത് പെട്ടെന്നൊന്ന് ആവാൻ വേണ്ടി ഒരു ഇത്തിരി ഉപ്പും കൂടി ഇട്ട് കൊടുക്കണതാണ്. അത് സവാള പെട്ടെന്നൊന്ന് വാടി കിട്ടും. ഞാൻ നന്നായിട്ടൊന്ന് ഇളക്കി സവാള വഴറ്റിയെടുക്കാം. സവാള ജസ്റ്റ് ഒന്ന് വാടിയിട്ടുണ്ട്. അപ്പോൾ അതിനകത്തേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത് 3 കൂടി ചതച്ചത് അങ്ങോട്ട് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ അളവ് ഞാൻ പറഞ്ഞില്ലല്ലോ. ഒരു കഷ്ണം എന്ന് പറഞ്ഞാൽ ഒരു ഇഞ്ച് നീളത്തിലുള്ള കഷ്ണം ഇഞ്ചി, പിന്നെ ഒരു 10-12 വെളുത്തുള്ളി, 3 പച്ചമുളക്. അപ്പം അതും നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുക. നല്ലപോലെ ഇളക്കി 3 കൂടി ഒന്ന് വെളിച്ചെണ്ണ നല്ല രീതിക്ക് ഒന്ന് ചൂടാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ സവാളയും ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ അത്യാവശ്യം വാടി, അതിലേക്ക് നമ്മൾ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ ഇനി ബാക്കിയുള്ള കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിയും. നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ഒരു തക്കാളി അത് നമ്മളിത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ഇളക്കി അപ്പോൾ തക്കാളിയും കൂടി നന്നായിട്ട് അതിനകത്ത് ചേർത്തിട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമുള്ള മസാലകളൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതെങ്ങനെയെന്ന് കാണാം. അപ്പോൾ അതിലേക്ക് ആവശ്യമുള്ള മസാലകൾ നമ്മൾ എടുക്കേണ്ടതാണ്. അത് 1.5 സ്പൂണ് മല്ലിപ്പൊടി. അപ്പോൾ നമ്മൾ എരിവ് കുറച്ചാണ്ട് എടുക്കണം. അപ്പോൾ അത് ഒരു സ്പൂണ് മുളക് പൊടി, 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാല, അപ്പോൾ 1 സ്പൂണ് ചിക്കൻ മസാലയും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്ര ഉള്ള മസാല നമ്മൾ മസാലയൊക്കെ ചേർത്ത് നല്ലപോലെ അങ്ങോട്ട് ഇളക്കി കൊടുക്കുന്നതാണ്. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനകത്തേക്ക് ചിക്കൻ ചേർക്കാം. മസാല ഒന്ന് മൂത്ത് വന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക, എന്നിട്ട് ചിക്കൻ ചേർക്കാം. അപ്പോൾ ചിക്കൻ ചേർത്ത് കൊടുക്കുന്നതാണ്. മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഞാൻ നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. നമ്മൾ ഇതിനകത്ത് 2 ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട്. അപ്പോൾ 4 ഗ്ലാസ് വെള്ളം വേണം. അപ്പോൾ 4 ഗ്ലാസ് വെള്ളം നമ്മൾ ഉണ്ടാക്കി വെച്ചാണ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ അത് ചേർത്തിട്ട് കാണാം. അപ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ അത് ഇളക്കിയിട്ട് തിളക്കണം. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ നല്ലപോലെ നമ്മൾ നേരത്തെ വെള്ളം ഒഴിച്ച് വെച്ചാൽ നല്ലപോലെ തിളച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് കുറച്ച് നമ്മൾ ക്യാരറ്റും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇങ്ങനെ തിളക്കണ സമയത്ത് വേണം അത് ചേർത്ത് കൊടുക്കാൻ. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ അരിയും കൂടി ചേർത്ത് കൊടുക്കുന്നതാണ്. അരിയൊക്കെ ചേർത്ത് നന്നായിട്ട് ഇളക്കി അങ്ങോട്ട് യോജിപ്പിച്ചെടുത്തിട്ട് ഇനിയിപ്പോൾ നമ്മൾ കുക്കറടക്കും. കുക്കറടച്ചിട്ട് 1 വിസിലിനും റെഡിയാവും, 2 വിസിലിനും റെഡിയാവും. അപ്പോൾ നമ്മൾ 2 വിസിലാണ് ആക്കിയെടുക്കണം. വേവ് കുറച്ചുകൂടി കൂടുതൽ വേണമെങ്കിൽ 2 വിസിലിൽ എടുക്കണതാണ് ഏറ്റവും നല്ലത്. പിന്നെ നമുക്കിനി വിസിൽ വന്ന് വെന്ത ശേഷം കാണാം. അപ്പോൾ ഒരു കാര്യം കൂടി, ലാസ്റ്റ് അതിൻ്റെ മേളിൽ കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നിട്ടാണ് നമ്മൾ കുക്കറടക്കാൻ പോകുന്നത്. നമ്മൾ നേരത്തെ വേവിക്കാൻ വെച്ചത് 2 വിസിൽ വേണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ 2 വിസിൽ വന്ന് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ പ്രഷറൊന്ന് പോണ വരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് അതിലേക്ക് കുറച്ച് പരിപാടിയും കൂടി ഉണ്ട്. അതെന്താണെന്നുള്ള കാണിച്ചു തരാം കേട്ടോ. ഇത് റെഡിയായി വന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ്, മുന്തിരി, സവാള വളരെ കനം കുറച്ച് അരിഞ്ഞത്. അപ്പോൾ ഇത് 3ഉം കൂടി നെയ്യിലിട്ട് വാട്ടിയെടുക്കണം കേട്ടോ. നല്ലപോലെ ഒരു ബ്രൗൺ കളർ ആവണ വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സവാള വാട്ടുന്ന സമയത്ത് തന്നെ ഈ സാധനങ്ങൾ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെയാണ് ചെയ്യണത്. പിന്നെ അത് ഫ്രൈ ചെയ്തിട്ട് ഇനി നമുക്ക് കാണാം ബാക്കി എങ്ങനെയാണ്. അപ്പോൾ നമ്മളിത് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിനകത്തേക്ക് ഇപ്പോൾ കുറച്ച് നെയ്യ് ഒഴിക്കും. അപ്പോൾ ആവശ്യത്തിനുള്ള നെയ്യ് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 2 സ്പൂൺ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് സവാള ഒന്ന് ബ്രൗൺ കളർ ആവണ വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം.
സവാള അപ്പോൾ ഒരു ബ്രൗൺ ആയിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് നമുക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ അത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കർ തുറന്നിട്ട് ഇത് ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി കഴിഞ്ഞിട്ട്. അപ്പോൾ കുക്കർ ബിരിയാണി റെഡിയായി. അപ്പോൾ ഇത് വേണമെങ്കിൽ ചേർത്താൽ മതി, വേണ്ടെങ്കിൽ ചേർക്കണ്ട. അത് ഓരോരുത്തരും ഇഷ്ടം പോലെ ചെയ്യാം. അപ്പോൾ അത് നമ്മുടെ കുക്കർ ബിരിയാണി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ അതും കൂടി അങ്ങോട്ട് ചേർത്ത് കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ കുക്കർ ബിരിയാണിയുടെ വിശേഷം. അപ്പോൾ എല്ലാവരും ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റു കൂട്ടുകാരിലേക്കൊക്കെ എത്തിക്കുക കേട്ടോ. അപ്പോൾ ഇതേപോലെയുള്ള വീഡിയോസൊക്കെ നമ്മുടെ ചാനലുണ്ട്, എല്ലാവരും കയറി കാണുക. അപ്പോൾ ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇനി അടുത്ത പ്രാവശ്യം ഇതിലും നല്ല വീഡിയോ ആയിട്ട് നമുക്ക് കാണാം.